ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡാറ്റ എൻട്രി ഫോം ആണ്. എക്സലിൽ ഒരു ഡാറ്റ എൻട്രി ഫോം. അത് VBAയുടെ സപ്പോർട്ടില്ലാതെ മാക്രോയുടെ സപ്പോർട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് മാത്രമല്ല പ്രത്യേകത, നമുക്കതിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്ഡേഷൻ കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ പുതിയത് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡാറ്റ എൻട്രി ഫോമിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം എക്സൽ ഓപ്പൺ ചെയ്യുക. നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്തു. എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളൊരു ഡാറ്റ എൻട്രിയുടെ ഒരു ഫോം തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഡാറ്റ എൻട്രിയുടെ ഫോം തയ്യാറാക്കി വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫോം തയ്യാറാക്കി വെക്കേണ്ടത്. ഞാനിപ്പോൾ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽ ആയതുകൊണ്ട് എംപ്ലോയീസ് ID, നെയിം, അഡ്രസ്സ്, ജെൻഡർ, അതുപോലെ തന്നെ ജോബ്, സാലറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ. ഇനി നമ്മൾ ഈ ഡാറ്റയെ സെലക്ട് ചെയ്യുക. ഡാറ്റയെ സെലക്ട് ചെയ്ത് ഇതിനെ ഒരു ടേബിളിൻ്റെ ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ഡാറ്റയെ ഫുള്ള് സെലക്ട് ചെയ്ത് Ctrl+T എന്നുള്ളത് കൊടുക്കുമ്പോൾ ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞു വരും. അതിൽ മൈ ഹെഡർ ആസ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. ആ ഹെഡിങ്ങുകൾ തന്നെ അവിടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈ ടേബിൾ ആസ് ഹെഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മളത് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടേബിളിൻ്റെ ഫോർമാറ്റിലേക്ക് അത് മാറി. ഇനി നമുക്ക് വേണ്ടത് ഫോമാണ്. അപ്പോൾ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഫയലിൽ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ളത് സെലക്ട് ചെയ്യണം. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ സെലക്ട് ചെയ്യുക. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ സെലക്ട് ചെയ്തതിന് ശേഷം പോപ്പുലർ കമൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കമൻറ്റ് നോട്ട് ഇൻ ദ റിബൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ആ ഫോം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. താഴെ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് ഫോം ഓൾറെഡി അതിലുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു വാണിങ്ങിൻ്റെ മെസ്സേജാണ് നമുക്ക് കാണിച്ചു തരിക. ഓക്കെ എന്നുള്ളത് നമ്മൾ കൊടുക്കുക. കാരണം ഓൾറെഡി അതിലുണ്ട്. ഇനി ഇല്ലെങ്കിൽ നമ്മൾ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിവിടെ വരും. അപ്പോൾ ഇനി ഓക്കെ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേജിൽ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ആക്റ്റീവായിട്ട് വരും. പേജിൻ്റെ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ടാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നമുക്ക് വരിക. പേജിൻ്റെ ടോപ്പ് സൈഡിൽ ലെഫ്റ്റിൽ. അപ്പോൾ ആ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ ലാസ്റ്റിലായിട്ട് ഒരു പോയിന്റ് വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ ബിലോ ദ റിബൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് താഴെയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാൻ എളുപ്പമുണ്ട് സൗകര്യത്തിന്. ഇനി നമ്മൾ ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്കതിനെ മേലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഫോമിൻ്റെ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ഫോം നമ്മൾ എടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഡാറ്റാസിനെ ഒന്ന് സെലക്ട് ചെയ്യണം. നമ്മൾ ഈ ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഈ ഫോമിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫോമിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ആക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ ആ ഒരു കോളംസ് നമ്മൾ സെലക്ട് ചെയ്യുക. കോളംസ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫോം എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എംപ്ലോയി ID, നെയിം, അഡ്രസ്സ്, ജെൻഡർ, ജോബ്, സാലറി പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എംപ്ലോയി ID നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓരോന്നും ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാം. ഹെഡിങ്ങുകൾ നമുക്ക് ആഡ് ചെയ്യാം. അത് ഫോമിലാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ എംപ്ലോയി ID കൊടുത്തു. ഇനി അതിനുശേഷം നെയിം കൊടുക്കുക. ഓരോ കള്ളികളിലും വരണമെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ട് ഓരോ കള്ളികളിലുമാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിരുന്നത്. അതിന് പകരം ടാബ് എന്ന് പറയുന്ന കീ, അതായത് കീബോർഡിലെ ടാബ് എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കള്ളികളിലേക്കും അത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ടാബ് എന്നുള്ളത് കൊടുത്താൽ മതി. പിന്നെ
അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് അഡ്രസ്സ് കഴിഞ്ഞ് നമുക്ക് ഒരു കോളം കൂടെ വേണമെങ്കിൽ അതും കൂടെ നമുക്ക് ആ ഫോമിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്ലേസ് എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ഒരെണ്ണം മതിയെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി ജെൻഡർ കൊടുക്കുന്നു, അതുപോലെ തന്നെ ജോബ്, സാലറി. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ആ ഫോമിലേക്ക് ആഡ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡാറ്റ എൻട്രി ഫോമിലേക്ക് ആഡ് ആയി വരും. ഇനി നമ്മൾ അടുത്ത ആളുടെ ഡീറ്റെയിൽസ് ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ആളുടെ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എത്ര പേരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഇതിൽ എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഫോമിന്റെ കോഡ് ടൈപ്പ് ചെയ്യണ്ട, VBAയിൽ കോഡ് ടൈപ്പ് ചെയ്യണ്ട, മാക്രോ ഉപയോഗിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഒഴിവാക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത ആളുടെ ഡീറ്റെയിൽസും കൂടെ കൊടുത്തു, ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 പേരുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഫോമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുതുതായിട്ട് ഓരോന്നും ആഡ് ചെയ്യണത് ന്യൂ ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് ഓരോരുത്തരുടെയും ഫൈൻഡ് ചെയ്യണം. ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് നെക്സ്റ്റ്, പ്രീവിയസ്, ഇപ്പോൾ ഒരു 10-20 അല്ലെങ്കിൽ 100 പേരുടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഫൈൻഡ് ചെയ്ത് കാണണമെങ്കിൽ ഫൈൻഡ് നെക്സ്റ്റ്, ഫൈൻഡ് പ്രീവിയസ് എന്നുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അത് മാത്രമല്ല, ഇങ്ങനെ ഫൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ട്, ഇപ്പോൾ സാലറിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസിൽ അപ്ഡേഷൻ ഉണ്ട്, അത് നമ്മുടെ ഡാറ്റ എൻട്രി ഫോമിൽ കാണണം. ആ അപ്ഡേഷനും കൂടെ അതിൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റം വരുത്തുക. എന്തിലൊക്കെയാണ് ചേഞ്ച് വരുത്തേണ്ടത് നോക്കുക. ആ ഭാഗങ്ങളിലെല്ലാം മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പേജിലും ആ മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പുതുതായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഇനി വീണ്ടും നമുക്ക് അടുത്ത് തന്നെ നമുക്ക് തിരയാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു എൻട്രി നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല, അത് കളയണം എന്നുണ്ട്. അപ്പോൾ ആ എൻട്രിയെ നമ്മൾ സെലക്ട് ചെയ്യണം. ഫൈൻഡ് ചെയ്ത് നമ്മൾ അതിനെ സെർച്ച് ചെയ്യുക. ഫൈൻഡ് ചെയ്തതിന് ശേഷം, കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു എൻട്രി നമുക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഡിലീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ഇതിൽ ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ അവിടെ നിന്ന് ഒരു ഡീറ്റെയിൽസ് ഡിലീറ്റ് ആയി പോയിരിക്കുന്നു. ഇനി നമുക്ക് അതേപോലെ വീണ്ടും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ സാധാരണ സേവ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഒരു ഫോമിനെ സേവ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു പേര് കൊടുത്ത് നമ്മൾ ഈ ഡീറ്റെയിൽസിന് അല്ലെങ്കിൽ ഈ ഒരു ഫയലിനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വീണ്ടും ഇതിൽ അടുത്ത ദിവസം വീണ്ടും ഇതിൽ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ വീണ്ടും ഇതിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഡാറ്റയെ സെലക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഫോം ആക്റ്റീവായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഡീറ്റെയിൽസിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോം ക്ലിക്ക് ചെയ്യുക. ഫോം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ എസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഫോമിലെത്തും. മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ പുതുതായിട്ട് ചേർക്കാനുണ്ടെങ്കിൽ പുതുതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡാറ്റ എൻട്രി ഫോം നമ്മൾ ചെയ്യുന്നത്. അത് VBAയുടെയോ മാക്രോയുടെയോ സപ്പോർട്ട് ഇല്ലാതെയാണ് ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ചെയ്യാം, അതേപോലെ അപ്ഡേഷൻ കൊടുക്കാൻ പറ്റും, ഡിലീറ്റ് ചെയ്ത് കളയാം, പുതിയത് ആഡ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിൽ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.